ഇന്ന് നമുക്ക് ഒരു ഇൻസ്റ്റന്റ് ചായപ്പൊടി ഉണ്ടാക്കിയാലോ? എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ യാത്രകൾ ചെയ്യുന്നവരല്ലേ, ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ചായയൊക്കെ ഭയങ്കര മോശമല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മിക്സ് റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ചൂടുവെള്ളം ഫ്ലാസ്കിലുണ്ടെങ്കിൽ യാത്ര പോകുമ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ കരുതുമല്ലോ. ഇതും കൂടെ ഉണ്ടെങ്കിൽ റെഡിയാണ്, നല്ല അടിപൊളി ചായ നമുക്ക് കുടിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, 200 ഗ്രാം പാൽപ്പൊടി എടുത്ത് വെച്ചേക്കുക. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, വിത്തൗട്ടുകാരും മധുരം ഇടുകയേ വേണ്ട. പിന്നെ അതിനകത്ത് തേയില, ചായപ്പൊടി, അതും നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വീട്ടിൽ കുടിക്കുന്ന സ്റ്റൈലിൽ. പിന്നെ ഏലക്കാപ്പൊടി, ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ ചായ കുടിക്കുന്നത്, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു 200 ഗ്രാം പാൽപ്പൊടിക്ക് നമ്മുടെ ഇവിടുത്തെ കണക്കനുസരിച്ച് നോക്കിയേ, തേയില ഇട്ട് കൊടുക്കുവാണേ. അഞ്ച് സ്പൂൺ തേയില ഇട്ടു. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചേട്ടനൊക്കെ നല്ല കടുപ്പം വേണം. അതുപോലെ തന്നെ മധുരം ഇവിടെ കുറച്ച് മതി, അതുകൊണ്ട് തന്നെ പാൽപ്പൊടിക്ക് ഒരു ചെറിയ മധുരമുണ്ട്. ഇവിടെ കുറച്ച് മതി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. കണ്ടോ? ഇനി നമ്മൾ ഒരു 10-20 ഏലക്കയില്ലേ, തൊലി അങ്ങോട്ട് കളഞ്ഞതാ. നമുക്ക് യാത്ര പോകുമ്പം ചായ അരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തു. ഏലക്ക, അത് നല്ലൊരു ഫ്ലേവർ അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറയുക, ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒരൊറ്റ കറക്കിയിട്ട് ഇങ്ങനെ എടുത്തോണ്ട് വരാം, കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചായപ്പൊടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മൾ സാധാരണ പാനിനകത്ത് വെള്ളം തിളപ്പിക്കുക, പൊടി ഇട്ട് കൊടുക്കുക, ഇതിട്ട് കൊടുക്കുക, കഴിഞ്ഞു. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനല്ലേ, അപ്പോൾ നമ്മുടെ ഫ്ലാസ്കിലായിരിക്കും വെള്ളം ഉണ്ടാവുക. അപ്പോൾ അതൊന്നാ നമ്മൾക്ക് നോക്കാവേ. ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം ഒന്ന് കപ്പിലോട്ട് ഒഴിക്കാം. അതിന് മുമ്പ് നമുക്ക് വെള്ളം ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. 2 കപ്പിലേക്കുള്ള ചായ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതാണ്ടതേ നമ്മുടെ 2 സ്പൂൺ മിക്സ് ഇട്ടു, തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നു. രണ്ട് കപ്പിലേക്കുള്ള വെള്ളം ഒഴിച്ചു, ഒന്ന് മിക്സ് ചെയ്യാം. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിച്ച് കപ്പിലേക്ക് ആക്കാം. അരിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കപ്പിലേക്ക് വിറ്റാം. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? കടുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം. നല്ല അടിപൊളി ചായയാണ്. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പോകുമ്പോഴും, പിന്നെ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കി വെക്കാവുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ ഇങ്ങനെ പാൽപ്പൊടിയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ എയറിൽ വെക്കേണ്ട, ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിലും ഏറ്റവും നല്ലത്, കേടാവത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, സൂപ്പറായി. ഈ ഏലക്കയുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി ചായ മിനിറ്റുകൾക്കകം ഉണ്ടാക്കി കേട്ടോ. സൂപ്പർ ടേസ്റ്റുമാണ്. നമ്മൾ ചേർത്തേക്കുന്ന സാധനങ്ങളും എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. കടുപ്പത്തിൻ്റെയും മധുരത്തിൻ്റെയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിനനുസരിച്ച് ചായപ്പൊടിയും പിന്നെ മധുരവും നോക്കുക. മിനിറ്റ് കൊണ്ട് ഉള്ള ചായ ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.